Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Yeah, good afternoon. Okay, let's start today's class with prayer, thought of the day, and signing. Yes, ma'am. Prayer പറയട്ടെ sir. പറയൂ. Thank you, God, for the way to sit. Thank you, God, for the food we eat. Thank you, God, for this that sing. Thank you, God, for everything. Thank you, sir. Okay, then. Next, thought of the day or signing. Sign in പറയാം ma'am. Sign in. Yeah, okay. Good afternoon, respected ma'am, dear friends. സ്മാർട്ട് ശ്രീയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നൗൺ ആൻഡ് പ്രൊനൗൺ ആയിരുന്നു. നമുക്കതിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Okay. Good afternoon, ma'am. Good afternoon, all. My name is Kartika. Thought of the day. Never think I have nothing. Never think I have everything. But always think I have something. I can achieve anything. Dr. APJ Abdul Kalam. Okay. So, how are you all? Fine, ma'am. Good ma'am. Okay, have you had your lunch? Yes, ma'am. Yes. Okay, lunch ഒക്കെ കഴിച്ചു. ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് എടുത്തതെല്ലാം മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. നോട്ട്സ് ഒക്കെ കിട്ടിയോ? ടെക്സ്റ്റ് കിട്ടി. ഇല്ല മാം. എന്തോ ഇല്ലാന്നാണോ? കളക്ട് ചെയ്യാൻ നോട്ട്സ് കിട്ടിയോ? മാം ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മീൻസ് ഇന്നും ഞാൻ ഓക്കെ, ഞാൻ കളക്ടീവ് നൗണിന്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അത് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. കണ്ടിരുന്നു പക്ഷെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അഡീഷണൽ ആപ്പും കൂടെ വേണ്ട. സ്പേസ് ഇല്ല ഫോണില് മാം. അപ്പോൾ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അത് കാണാൻ തോന്നുന്നുണ്ട്. കളക്റ്റീവ് നൗണിന്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും കാണുന്നു, നോക്കണം കേട്ടോ. ക്ലാസ്സിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്യും, ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ നൗൺ ഏതൊക്കെയാണ്? പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി നെക്സ്റ്റ് പോർഷൻ ഓർ നെക്സ്റ്റ് ടോപ്പിക്, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. എല്ലാരും കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. ഓക്കെ, കുറച്ചു പേരും കൂടെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ആണോ? റെഡി ആണോ എല്ലാവരും? ആരൊക്കെയാണ് നോക്കട്ടെ, പേര് ടെക്സ്റ്റ് ചെയ്യൂ. നിങ്ങളെ കുറച്ചൊരു ആക്റ്റീവ് ആണല്ലോ സ്റ്റുഡൻസ്, നല്ല സ്റ്റുഡൻസ് ആണല്ലോ. ഞാനിതുപോലെ എനിക്ക് കാര്യങ്ങൾ മറക്കാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ മോണ്ടിസോറി തന്നെ കുറച്ച് ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു. ആരായിരുന്നു പറഞ്ഞു? മഞ്ജു ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാത്തവര്, പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളവര് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചു പേര് മാത്രമേ പ്രസന്റ് ചെയ്തുള്ളൂ അല്ലെ? നമുക്ക് ടൈം കുറച്ചുള്ളത് കൊണ്ടാണ്. അപ്പോ ഇന്ന് പ്രസന്റ് ചെയ്യാട്ടോ. ആരൊക്കെയാണ്? 3 പേരെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും പറയുന്നില്ല. ഓക്കെ ആണോ? പറയുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ഉള്ളവര് പേര് ടെക്സ്റ്റ് ചെയ്യാ, ഞാൻ വിളിക്കാം. ടീച്ചർ എന്താ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത് മറന്നുപോയി, എന്നാലും ഞാൻ പ്രസന്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് പറയൂ.
മിസ് മറ്റേ ഇത് എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ? വൺ ഡേയുടെ ഇത്, വൺ ഡേ ഡെയിലി റൂട്ടീൻ, ഡേ ഇൻ മൈ ലൈഫ് ടീച്ചറല്ലേ പറഞ്ഞത്? അത് റോസ് മാനാ പറഞ്ഞത്. അല്ല. അത് റോസ് മാമാ പറഞ്ഞത്. മിസ് അല്ല. മിസ്സല്ല. ഓക്കെ ഓക്കെ ഓക്കെ, പരിചയപ്പെട്ടു തന്നെയുള്ള കൺഫ്യൂസ് ആരാ പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് ക്ലാസ്സില്? കേറി പക്ഷെ ഇതുപോലെ ട്രാവലിലായിരുന്നു, അപ്പൊ മനസ്സിലായ. ഓക്കെ, കേറിയിട്ടാണ് മറന്നു പോയത്. ഓർമ്മയുണ്ടോ? പഠിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടോ? അത് കുറച്ചാളായില്ലേ, ഇത്തിരി കമ്പനി അലമാരി ഫർണിച്ചർ ബിസിനസിന്റെ ഇടപാട് കൂടി ഉണ്ട്, അപ്പൊ എല്ലാം കൂടി തലയില് ട്രൈ ചെയ്യാം മാഡം. അപ്പൊ രണ്ടുപേര് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവും. ഓക്കെ, ടീച്ചേഴ്സിന് മറവിയാവാട്ടോ, പക്ഷെ സ്റ്റുഡൻസിന് മറവി പാടില്ല. ഓക്കെ, എല്ലാരും കൂടെ. ഞാൻ ടീച്ചറാവാൻ പോണല്ലേ. ഓ, അങ്ങനെ കൊള്ളാം. ഓക്കെ, അപ്പൊ പഠിച്ചൊന്നും മറക്കിയത് ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ പഠിച്ചൊന്നും മറക്കാറില്ല. ചില കാര്യങ്ങൾ മാത്രമേ മറക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പഠിച്ചതൊന്നും മറക്കരുത് കേട്ടോ ടീച്ചേഴ്സ്. ഞാൻ നല്ലോണം ട്രൈ ചെയ്യാം മിസ്. ഞാനും ചുമ്മാ പറയാൻ കേട്ടോ. അതൊക്കെ കൊറേ ഞാനിപ്പ പഠിച്ചിട്ട് കൊറേ ഇപ്പൊ ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹത്തിൽ ചേർന്നാണ്. അപ്പൊ നല്ല പ്രഷർ ഉണ്ട് എനിക്ക്, സപ്പോർട്ടൊന്നും ഇല്ല. ഞാൻ എന്റെ ഒരു ഇതിലിപ്പോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ചേർന്നേക്കണതാണ്. അറിയാം കേട്ടോ, എനിക്ക് എല്ലാവരും കാര്യങ്ങളും അറിയാം. എല്ലാവരും തിരക്കാണ്, എല്ലാവർക്കും ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ എനിക്ക് അറിയാട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാണേ, പക്ഷെ എന്നാലും പഠിക്കൂ. ഓക്കെ, സമയം കണ്ടെത്തി പഠിക്കാൻ നോക്കാം, ട്രൈ ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇപ്പോ മഞ്ജുരാജ് ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാലും മതി കേട്ടോ, പഠിക്കാം. ഓക്കെ ഓക്കെ ഇന്ന് ഫ്രീ ആണ് വേണം, ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ പഠിക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് മഞ്ജു പറയൂ കേട്ടോ. മഞ്ജു രാകേഷ്. ഓക്കെ മാം, പറയട്ടെ. നൗൺ എന്ന് പറഞ്ഞാല് സംതിങ്, പേഴ്സൺ, നെയിം, അതായത് പേഴ്സന്റെ നെയിം, പ്ലേസ്, തിങ്, ഇതിന്റെയൊക്കെ നെയിം പറയുന്നതാണ് നൗൺ എന്ന് പറഞ്ഞാൽ. ഇതിനെ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ഇതിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാല് നെയിം ഗീവൻ സംതിങ്, മായ, സ്ഥലമാവട്ടെ കൊല്ലം, ലെറ്റർ സ്റ്റാർട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ. കോമൺ നൗൺ എന്ന് പറഞ്ഞാല് ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് പേഴ്സൺ, തിങ്കിങ് or place, that name, concept by boy, woman. And the farmer said that his name was Tom. The sentence started capital letter. Abstract noun എന്ന് പറഞ്ഞാല് an experience that cannot be recognized by the sense. സെൻസ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്തത്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ശക്തിയാണ് ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ: ഹാപ്പി, ബ്യൂട്ടി, ബിലീഫ്, കെയർ, ആംഗ്രി. ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. അടുത്ത കളക്റ്റീവ് നൗൺ: ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽ, തിങ്ക് ആസ് എ സിംഗിൾ eccentric. Example: a family of birds, a pack of wolves, a fleet of ship, a class of students. ഇതിന്റെ ഒക്കെ ഗ്രൂപ്പിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ നോക്കി. ഓക്കെ മഞ്ജു. രഞ്ജിത. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തവരാണ് ഇപ്പൊ പറയുന്നേ അല്ലല്ലോ? ആർക്കും പറയാം, താല്പര്യമുള്ളവർക്ക് പറയാട്ടോ. താല്പര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺസിനെ കുറിച്ചാണ്, നൗൺസ് പ്രൊനൗൺസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് മിസ് ക്ലാസ് എടുത്തത്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ നൗൺ സിംപ്ലി മീൻസ് നെയിം, പേര്. അതിപ്പോ സ്ഥലത്തിന്റെ പേരാവാം, ഒരു വ്യക്തികളുടെ പേരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളുടെ വസ്തുക്കളുടെ പേരാവാം. ഈ നൗണിനെ നമ്മൾ 4ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒരു ഫസ്റ്റ് വൺ പറയുന്നത് പ്രോപ്പർ നൗൺ, സെക്കൻഡ് വൺ കോമൺ നൗൺ, തേർഡ് വൺ അബ്സ്ട്രാക്ട് നൗൺ,
ഫോർത്ത് വൺ കളക്റ്റീവ് നൗൺ. അതിനകത്ത് കോമൺ നൗൺ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പൊതുവായിട്ട് അത് ഇന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, അതാണ് കോമൺ നൗൺ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം പിന്നെ ഫോൺ, അത് ഇന്ന് ഫോണാന്ന് പറയുന്നത് ഒരു ഫോൺ. അങ്ങനെ ഇനിയിപ്പോൾ പ്രോപ്പർ നൗൺ, സെക്കൻഡ് വൺ പറയുന്നത് പ്രോപ്പർ നൗൺ. അതായത് ഏതെങ്കിലും ഒന്നിന്റെ പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഒരാളുടെ പേര് നമ്മൾ രാമു എന്ന് പറയുമ്പോൾ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തിന്റെ പേര്, സ്ഥലം എന്താ പറയുക കണ്ണൂർ, നമ്മൾ അതിനെ നോട്ട് ചെയ്ത് അങ്ങനെ തന്നെ പറയുന്നത് അത് പ്രോപ്പർ നൗൺ. തേർഡ് വൺ പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ പറഞ്ഞു നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ തൊട്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ ദേഷ്യം, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ ആരും അതിനെ കണ്ടിട്ടില്ല. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ്, പിന്നെ എന്താ പറയുക ബ്യൂട്ടി, യൂത്ത്, അതൊക്കെ നമ്മൾ എന്താ പറയുക അബ്സ്ട്രാക്ട് നൗണായിട്ട് കൂട്ടും. ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞിട്ട് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ നൗൺ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടം, അതായത് ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ എന്താ പറയുക ആൾക്കൂട്ടം, ക്രൗഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കളക്റ്റീവ് നൗൺ ആണ്, മീൻസ് ഗ്രൂപ്പ് ഓഫ് നൗൺ ആണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജഡ്ജസിൻ്റെ ഒരു കൂട്ടത്തിന് നമ്മൾ ജൂറി എന്ന് പറയും. അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ രഞ്ജിത, ഒരു പ്രത്യേക ഒരു കാര്യം, നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ, ചിലപ്പോ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ വിട്ടു. അപ്പോ ഓക്കെ, നെക്സ്റ്റ് മഞ്ജുരാജ് പറയാൻ പറ്റോ? എന്റെ പേര് മഞ്ജു എന്നാണ്. നൗൺസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നൗൺസ് എന്ന് പറഞ്ഞാൽ നാമം എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ അത് 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, കളക്റ്റീവ് നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര്, സ്ഥലപ്പേര്, എന്താണ് ആൾക്കാരുടെ പേര്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. കോമൺ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന പേരുകളെ, അതായത് ബോയ്, കിങ്, റിവർ, അങ്ങനെയുള്ളത്. പിന്നെ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പറ്റാത്തത്, നമ്മൾ ഇതുവരെ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല, കാറ്റ്, പിന്നെ എന്താണ് അങ്ങനെയുള്ള ഡെപ്ത്, അതൊക്കെ. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായിട്ടുള്ള, അങ്ങനെ ബഞ്ചസായിട്ട് അങ്ങനെ ഇരിക്കുന്നില്ല, എന്താ അല്ലേ മാഡം? കൂട്ടായ നാമത്തിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജൂറി കമ്മിറ്റി, പിന്നെന്താ ബഞ്ച്. ഓക്കെ മാഡം, ഇത്രയൊക്കെ ഉള്ളു. ഫാമിലി മതിയില്ലേ? ഹലോ, ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാട്ടോ, എല്ലാരും പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാ. ഓക്കെ ഓക്കെ. പഠിക്കാൻ പറ്റുന്നില്ലേ? എളുപ്പല്ലേ? ഞാനിത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ചോദ്യം എന്താന്ന് കേട്ടില്ല, ഞാൻ വൈകി കയറിയോണ്ട്. ഓക്കെ ഓക്കെ മഞ്ജുരാജ്. നെക്സ്റ്റ് അയന. അയന വോഗീസ്. അയന ക്ലാസ്സിലുണ്ടോ? നെക്സ്റ്റ് ലുബ്ന. ലുബ്ന എന്നല്ലേ പേര്? അതെ, ലുബ്ന. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എന്റെ പേര് ലുബ്ന. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നൗൺസിനെ കുറിച്ചാണ്. നൗൺസ് എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ഏതൊരു വസ്തുവിനും നമ്മളൊരു പേരുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു പ്ലേസ് ആയിക്കോട്ടെ, ഒരു തിങ് ആയിക്കോട്ടെ, നമ്മൾ കോമൺലി അതിനൊരു നെയിം കൊടുക്കും. അതിനെ നൗൺ എന്ന് പറയുന്നത്. അതിനെ തന്നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് അതിനെ നമ്മൾ എല്ലാ വസ്തുക്കൾക്കും ഒരു പേര് കൊടുക്കും. അല്ലെങ്കിൽ പേഴ്സൺ ആയിക്കോട്ടെ, എ ബോയ്, ഗേൾ, എ ട്രീ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, അങ്ങനെ പറയുന്ന എന്തിനെ നമ്മൾ കോമൺ നൗൺ എന്നാണ് പറയുന്നത്. ഇനി പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഈ കോമൺ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു നെയിം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബോയ് ആണെങ്കിൽ ആ ബോയുടെ പേര്, അല്ലെങ്കിൽ ട്രീ ആണെങ്കിൽ അത് എന്ത് ട്രീ ആണ്, ഒരു സ്ഥലമാണെങ്കിൽ അത് ഏത് സ്ഥലം എന്ന് പറയുന്നത്, അതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇമോഷൻസിനെ പറയാം. ഇപ്പൊ ആങ്കർ, ഹാപ്പി, സാഡ് എന്നൊക്കെ പറയില്ല. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് അതിനെ ടച്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അടുത്തത് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ്
നൗൺസിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കൂട്ടം ഫ്ലവേഴ്സ് എന്ന് പറയാം, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. അതുപോലെ ഒരു ക്ലാസ്സിൽ നിറച്ച് കുട്ടികൾ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ ക്ലാസ് എന്ന് പറയുക. അതുപോലെ ജഡ്ജസിന്റെ ഒരു കൂട്ടത്തിനാണെങ്കിൽ ജൂറി എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആയിട്ടിരിക്കുന്ന നൗൺസിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ ലുബ്ന, നമ്മള് ഇപ്പൊ കളക്റ്റീവ് നൗണിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്റ്റെയറിന്റെ കളക്റ്റീവ് നൗൺ ഏതാ? സ്റ്റെയർ ഉണ്ടല്ലോ, പടികള്. അതിന് കളക്റ്റീവ് നൗൺ ആർക്കെങ്കിലും അറിയോ? കോമൺ നൗൺസ് അല്ലേ? എന്തോ കോമൺ നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺ, സ്റ്റെയറിന്റെ കളക്റ്റീവ് നൗൺ. കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഫ്ലൈറ്റ് എന്നാണ് കേട്ടോ, ഫ്ലൈറ്റ്. ഓക്കെ, ഫ്ലൈറ്റ്. സ്റ്റെയറിന്റെ കളക്റ്റീവ് നൗൺ ഫ്ലൈറ്റ്, മറക്കരുത്. അപ്പോ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? എന്തോ സ്പെല്ലിംഗ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ ഓക്കെ മാം. നെക്സ്റ്റ് ശ്രീവിദ്യ. ഓക്കെ മാം, ഞാൻ ശ്രീവിദ്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നൗണിനെ കുറിച്ചാണ്. നൗൺ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തിനെയോ പേരിനെയോ സാധനത്തിനെയോ പറയുന്നതാണ്. നെയിം, പ്ലേസ്, തിങ് ഇതിനെയൊക്കെ പറയുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. നൗണിനെ നമ്മൾ 4 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ, സെക്കൻഡ് വൺ കോമൺ നൗൺ, തേർഡ് വൺ അബ്സ്ട്രാക്റ്റീവ് നൗൺ, ഫോർത്ത് വൺ കളക്റ്റീവ് നൗൺ. അതിൽ ഫസ്റ്റ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും പേര് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനെയാണ്. നമുക്കൊരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ വസ്തുവിന്റെ പേരോ ഒക്കെ ആയിട്ട് പറയുന്നതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറയുന്നത് നമ്മളൊരു ഷോപ്പിന്റെ പേര് പറയാണ്ട് ഒരു ഷോപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിനും, പിന്നെ നമ്മളൊരു ബോയ്, ഗേൾ, പിന്നെ ഒരു ഫ്രൂട്ട്സ്, ബുക്സ് അങ്ങനെയൊക്കെ പറയുന്നതിനെ കോമൺ നൗൺ എന്ന് പറയുന്നു. പിന്നെ അബ്സ്ട്രാക്റ്റീവ് നൗൺ, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാണ്ട് കാണാനോ കേൾക്കാനോ പറ്റാത്ത ഒരു ഇതാണ്. അതിന്റെ ഫോർ എക്സാമ്പിൾ സന്തോഷം, പിന്നെ നമുക്ക് ദേഷ്യം, ഫ്രീഡം, മെമ്മറി, അതൊക്കെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റീവ് നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ളതിനെ, അതായത് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ക്രൗഡ്, പിന്നെ ഒരു ജഡ്ജസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ജൂറി എന്ന് പറയുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്, അതിനെയാണ് കളക്റ്റീവ് നൗൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, യാ. നെക്സ്റ്റ് റിയ. ഓക്കെ, റിയ ഓഫീസിലാണ്. ഓക്കെ റിയ, നെക്സ്റ്റ് ടൈം പറയാട്ടോ. അൻഷില. പറയട്ടെ. പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നൗൺസിനെ കുറിച്ചാണ്. നൗൺസിനെ 4 തരംതിരിക്കാം: പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, കളക്റ്റീവ് നൗൺസ്. നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ കാര്യത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്നു. അതില് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരുകളെയോ പ്രത്യേക വ്യക്തികളെയോ ഒക്കെ സൂചിപ്പിക്കാനായിട്ട് പറയുന്നു. കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതകളില്ലാത്ത ആളുകൾ, സ്ഥലം, ആശയം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ കാറ്, ബസ്, ഫോൺ, ബോയ്, കിങ്, എക്സെട്ര. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാണാൻ കഴിയാത്തതും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം ലവ്, ഹാപ്പിനെസ്, ബിലീഫ്, പ്രൈഡ്, ഡെത്ത്, എക്സെട്ര. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കൂട്ടം ആളുകളെയോ അല്ലെങ്കിൽ ഓഡിയൻസ്, ഗ്രൂപ്പ്, ഫാമിലി അങ്ങനെ കൂട്ടി നിൽക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് പറയുന്നു. താങ്ക് യു മിസ്. ഓക്കെ ആണോ? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ നല്ലോണം ഉണ്ട്. അപ്പോ മനസ്സിലായി. ഓക്കെ അൻഷില. Then രേഷ്മ. ഗുഡ് ആഫ്റ്റർനൂൺ. പറയട്ടെ. പറയൂ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് നൗണിനെ കുറിച്ചാണ്. നൗൺ എന്ന് വെച്ചാൽ നാമം. അതൊരു വ്യക്തി ആവാം, ഒരു പ്ലേസ് ആവാം, അങ്ങനെ എന്തും ആവാം. അതിൽ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രോപ്പർ നൗണ്, കോമൺ നൗണ്, അബ്സ്ട്രാക്ട് നൗണ്, കളക്റ്റീവ് നൗണ്. പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ ഒരു വസ്തുവോ ഒരു വ്യക്തിയോ അങ്ങനെ എന്തോ അങ്ങനെ എന്തിനേയും സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിള് ജനുവരി, തിങ്കളാഴ്ച അങ്ങനെയൊക്കെ പറയില്ലേ അത്. കോമൺ നൗൺ എന്ന് വെച്ചാല് ഒരു പ്രത്യേക വ്യക്തിനെയോ സ്ഥലത്തെയോ അങ്ങനെയല്ല, മറിച്ച് ഒരു പൊതുവായി ഉപയോഗിക്കുന്ന പേരുകളിനെയാണ് ഇത് സൂചിപ്പിക്കുക. പുസ്തകം, മരം, നാട് അങ്ങനൊക്കെ. അടുത്ത അബ്സ്ട്രാക്ട് നൗൺ ആണ്. അത് നമ്മുടെ 5 സെൻസ് കൊണ്ട് കാണാനോ മണക്കാനോ സ്പർശിക്കാനോ അങ്ങനൊന്നും കഴിയാത്ത വാക്കുകൾക്ക് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ധൈര്യം, സ്നേഹം അങ്ങനത്തെ. പിന്നെ കളക്റ്റീവ് നൗൺ ഒരു കൂട്ട ആളുകളെ സൂചിപ്പിക്കുകയാണ്. അത് ആളുകളോ മൃഗങ്ങള് അങ്ങനെ സൂചിപ്പിക്കുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിള് ഇപ്പൊ ഒരു ജൂറി കമ്മിറ്റി അങ്ങനൊക്കെ. ഓക്കെ, കഴിഞ്ഞോ? Yeah, okay, Reshma. Then Prasida. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നൗൺ എന്ന് വെച്ചാൽ നെയിമിംഗ് വേർഡ് ആണ്. അതൊരു സ്ഥലത്തിന്റെ ആവാം, വ്യക്തിയുടെ ആവാം, ഒരു പ്ലേസിന്റെ ആവാം, അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ആവാം. അതായത് നൗണ് 4 ടൈപ്സ് ഉണ്ട്: പ്ലേസ്, ആനിമൽ, തിങ്സ്, പേഴ്സൺ. അപ്പോൾ ഇത് 4ന്റെ എന്തിന്റെയെങ്കിലും പേരാവാം ഒരു നെയിമിംഗ് വേർഡ്. നെയിമിംഗ് വേർഡ് പൊതുവെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ഇതിൽ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തിയെ മാത്രം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നെയിം. അപ്പോൾ അതാണ് പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ മാൻ, വുമൺ, പ്ലേസ്, സ്റ്റോറി, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് അതിന്റെ പേര് മെൻഷൻ ചെയ്യാതെ ജസ്റ്റ് ആ ഒരു ഐഡിയ മാത്രം പറയുന്നതാണ്. ആ ഒരു നെയിമിംഗ് വേർഡിനെയാണ് കോമൺ നൗൺ എന്ന് വിളിക്കുന്നത്. അബ്സ്ട്രാക്ട് നൗൺ 5 സെൻസ് ഓർഗൻ കൊണ്ട് നമുക്ക് അതിന് ഒന്നും ഒബ്സർവ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു തിങ്ങിനെ നമ്മൾ നെയിം അങ്ങനെയുള്ളതിന്റെ നെയിമിംഗ് വേർഡ്സിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഫ്രീഡം, ചൈൽഡ്ഹുഡ്, ഈഗോ, പ്രഷർ. അതൊരു ഫീലാണ്. നമുക്കത് ഫീൽ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്ക് ടച്ച് ചെയ്യാനോ സെൻസ് ഓർഗൻ കൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആവാം, ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, അങ്ങനെ പല എന്തിന്റെയും ഗ്രൂപ്പിനെ അറിയാൻ വേണ്ടിയിട്ട് ഒറ്റൊരു സിംഗിൾ വേർഡ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് കാറ്റൽസിനെ നമ്മൾ ഹേർഡ് എന്ന് വിളിക്കും. പിന്നെ ഗ്രൂപ്പ് ഓഫ് ലയണിനെ പ്രൈഡ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു കോമൺ ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ നെയിം കൊടുത്തിരിക്കുകയാണ്. അതാണ് കളക്റ്റീവ് നൗൺ. താങ്ക് യു. Okay, Prasida. Next, Aishwarya. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നൗണിനെ കുറിച്ചാണ്. നൗൺ ഈസ് എ നെയിം, അതായത് ഒരു വ്യക്തി, വസ്തു അല്ലെങ്കിൽ ആശയം എന്നിവയുടെ പേരിനെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗണിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ആദ്യം നമുക്ക് കോമൺ നൗണിനെ കുറിച്ചിട്ട് പറയാം. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറയുന്ന പേര്, അതായത് ജനറലി സ്പെസിഫൈ ചെയ്യുന്ന നെയിമിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. അതായത് ഡോഗ്, കാറ്റ്, ആനിമൽസ്, ബേർഡ്, പിന്നെ ഗേള്, ബോയ് അങ്ങനെ വരുന്നത്. പിന്നെ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഇൻഡിവിജ്വൽ പീപ്പിൾസ്, പ്ലേസ്, തിങ്സിനെ കുറിച്ചിട്ട് പറയുന്നതാണ് സ്പെസിഫിക് നെയിം. അതായത് when we are giving a specific name to common noun, then it called proper noun. അതായത് കോമൺ നൗണിന് ചില പ്രത്യേക പേരുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബോയുടെ പേര് രാഹുൽ, രാജു അങ്ങനെ വരും. അതൊരു ടീച്ചർ പറഞ്ഞ പോലെ ബിരിയാണി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അങ്ങനെ വരുമ്പോൾ അത് പ്രോപ്പർ നെയിം ആയിട്ട് വരും. അടുത്ത നെക്സ്റ്റ് വൺ വരുന്നത് അബ്സ്ട്രാക്ട് നൗൺ. Abstract noun is referred to ideas, concepts, feelings, pressure, express, experiences.
വി കാനോട്ട് സെൻസ് വിത്ത് 5 സെൻസസ്. അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഫീലും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് കാണാനും തൊടാനും പറ്റാത്തതായ കാര്യങ്ങളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹാപ്പി, സാഡ്, ബ്യൂട്ടി, ഡെത്ത്, ഫ്രീഡം, യൂത്ത്, പേഷ്യൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് കളക്റ്റീവ് നൗൺ ആണ്. ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കളക്റ്റീവ് നൗൺ ഓഫ് ബീസ്, ബീസിനെ നമ്മൾ പറയുന്നത് സ്വാം എന്നാണ്. അതുപോലെ ഫ്ലവറിനെ നമ്മൾ ബഞ്ച് അല്ലെങ്കിൽ ബുക്കറ്റ് എന്ന് പറയും. പിന്നെ ട്രീസ് നമ്മൾ ഗ്രോ അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയും. ഷിപ്പിനെ നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയും. അതാണ് കളക്റ്റീവ് നൗൺ. ഓക്കെ മാം. ഓക്കെ ശരിയാ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? മിക്കവർക്കും ടെൻഷനാണ്, ടെൻഷൻ അടിച്ചാണ് പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആയതിന്റെയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. ഇനിയും ഒരുപാട് പേര് പ്രസന്റ് ചെയ്യാനുണ്ട്. എന്താണ്, പേടിയാണോ? അല്ലെങ്കിൽ പറഞ്ഞാല് അയ്യോ പറയാൻ ഒരു മടി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ഒരു മടി, അതൊക്കെയാണോ? അല്ല മാം. അല്ല, എന്തുകൊണ്ട് പറയുന്നില്ല? എലിസബത്ത് മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് പറയട്ടെ, എനിക്ക് മലയാളത്തിൽ അത് പറയാൻ പറ്റും, ഞാൻ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. Noun is the name of a person, place or thing. Nouns are classified into 4 kinds. Proper nouns refer to specific name, for example Neha, Lindsay, Palakkad and Bhopal. Common nouns refer to general categories, example dog, tree and book. Abstract noun refer to things that can't be perceived by the senses, example doorbell or keyboard. Collective nouns refer to a group of things, example team, jury committee, staircase. Staircase staircase അല്ല, സോറി മിസ്, അത് ഞാൻ കൊച്ചു കരേനെ അടിക്കാൻ എഴുതി പോയതാ, സോറി കേട്ടോ. സ്റ്റെയറിന്റെ കളക്റ്റീവ് ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ്. Miss, spelling flight is spelling FLEET ആണോ? Correct spelling? FLIGHT ആണ്. ഓക്കെ. അപ്പൊ കുറച്ചു പേരൊക്കെ സംസാരിച്ചു മീൻസ് പ്രസന്റ് ചെയ്തു. എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക്? പ്രസന്റ് ചെയ്തപ്പോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? എന്താണ് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. മിസ്സേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തപ്പോ ഭയങ്കര സ്പീഡായിരുന്നു, ജെറ്റ് വിട്ട പോലെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിർത്തി, കഴിഞ്ഞു, അത്രയായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് സ്ലോ ഡൗൺ, മെല്ലയാ പറഞ്ഞേ. എനിക്ക് തന്നെ അറിയായിരുന്നു സ്പീഡ് കൂടുമ്പോ തെറ്റിപ്പോവും. വെപ്രാളെ കൊണ്ടേ കഴിഞ്ഞ പ്രാവശ്യം തെറ്റിപ്പോയായിരുന്നു, അറിയായിരുന്നു, പക്ഷെ പറയുമ്പോൾ തെറ്റിപ്പോയി, മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇപ്രാവശ്യം സ്പീഡ് കുറച്ച് മെല്ലയാ പറഞ്ഞേ. പക്ഷെ പറഞ്ഞത് മെല്ലയായിപ്പോയി, പക്ഷെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞില്ല. അതായത് 1-2 എക്സാമ്പിളും കൂടി ഞാൻ ഇങ്ങനെ പറയണം എന്നൊക്കെ വിചാരിച്ചു വെച്ചായിരുന്നു, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. പക്ഷെ അങ്ങനെ പറ്റില്ല. വേറെ കുഴപ്പമൊന്നുമില്ലേ, ആ ഒരു ധൈര്യം കിട്ടി. ധൈര്യം കിട്ടിയത് മാത്രല്ല, പഠിച്ചു നന്നായിട്ട്, മറക്കില്ല ഒരിക്കലും. ഇനി കാരണം എക്സ്പീരിയൻസ് ചോദിക്കണ വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. കുറെ പേര് സംസാരിക്കാത്തവരുണ്ട്, അവർക്കും ഇതുപോലെ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുമ്പോ അവർക്കും അയ്യോ അപ്പൊ എനിക്കും സംസാരിക്കാമെന്ന് കുറച്ചെങ്കിലും അവർക്ക് തോന്നും. അതുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? പറയൂ. ഓക്കെ, ടെൻഷനാണ്, എല്ലാവർക്കും ടെൻഷനാണ്. നിങ്ങക്ക് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കും പറയാൻ പറ്റും. ഇതോ എനിക്ക് ടെൻഷൻ ഇല്ല, നല്ലോണം തണുത്തു. മിക്കവർക്കും എങ്ങനെയാ ടെൻഷൻ എടുക്കും. നമുക്ക് ഒരു പ്രസന്റ് ചെയ്യുമ്പോ കേൾക്കുമ്പോ എനിക്ക് പറ്റുന്ന അറിയാൻ പറ്റും. അതാണ് ഇടയ്ക്ക് ഞാൻ ചിരിക്കുന്നത്. ടെൻഷനാണ് എന്നാലും ഓക്കെ. അത് ഞാൻ കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ്, സോറി മിസ്റ്റർ, ഞാൻ കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് എടുത്ത് നോക്കി. അപ്പൊ എന്റെ പോർഷൻ റിപ്പീറ്റ് എടുത്ത് കേട്ടു. അപ്പൊ ഈ സ്പീഡ് കാരണേ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഇപ്രാവശ്യം എന്താ ചാൻസ് കിട്ടുവാണെങ്കിൽ അതൊന്നും മിസ്റ്റേക്ക് മാറ്റണം എന്നുണ്ടായിരുന്നു. കാരണം
ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പ്രസന്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നത് എല്ലാവരോടും കൂടിയാണ് പറയുന്നത് ക്ലാസ്സിൽ, അല്ലെ? ഐ തിങ്ക് 68 ഇത്രയൊക്കെ സ്റ്റുഡൻസ് എന്താണ് ക്ലാസ്സിലുണ്ട്. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അപ്പൊ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ക്ലാസ്സിൽ എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും ഓപ്പർച്യൂണിറ്റീസ് വരും. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്കാണ് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുക. ഓക്കെ, അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക ഫസ്റ്റ്. അത് ചിലപ്പോ ഫെയിൽ ആകാം. ഇപ്പോ പേരെന്തായിരുന്നു? വിനീഷ് എന്നാണ് പ്രൊഫൈൽ നെയിം. പേരെന്തായിരുന്നു? രഞ്ജിത. വിനീഷ് ഹസ്ബൻഡിന്റെ പേര്. അതെ, രഞ്ജിത പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം രഞ്ജിത പറഞ്ഞു. അത് റെക്കോർഡ് ക്ലാസ് കേട്ടപ്പോ മനസ്സിലായി രഞ്ജിത പറഞ്ഞതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, എന്തൊക്കെ കറക്റ്റ് ചെയ്യാം. അത് സെക്കൻഡ് ടൈം രഞ്ജിത പറഞ്ഞു. ഇനിയും രഞ്ജിതക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാം. നിങ്ങൾ സംസാരിക്കുന്ന ക്ലാസ് ആണെങ്കിൽ ആ റെക്കോർഡ് ക്ലാസ് കാണാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്തത്, എത്രയോ നന്നായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എല്ലാവരും. ഓക്കെ, അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്യാൻ മടിയുള്ളവരോട് ഞാൻ പറയുന്നത് കേട്ടോ. മാക്സിമം നിങ്ങള് എന്താണ് ആ ഒരു പേടി, ടെൻഷൻ എല്ലാം മാറ്റി വെക്കുക. ഓക്കെ, പിന്നെ സാഹചര്യങ്ങൾ കൊണ്ടും സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, അതും എനിക്കറിയാം. എല്ലാവരും എന്താണ് അമ്മമാരാണ് കൂടുതലും, അല്ലെ? അപ്പോ സിറ്റുവേഷൻ ആണ് മെയിൻ. എന്നിട്ടും സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്. അവരോടും കൂടെ നെക്സ്റ്റ് ടൈം കിട്ടുന്ന അവസരങ്ങൾ എല്ലാം യൂസ് ചെയ്യാം, മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസിലൂടെയാണ് എല്ലാം പഠിക്കുക. എക്സ്പീരിയൻസ് ചെയ്യണം, എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ചെയ്യണം, മസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാനത് പറയിപ്പിക്കുമ്പോ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ ടോപ്പിക് നന്നായിട്ട് പഠിച്ചു, മനസ്സിലായോ? ഒരു കാര്യം നമ്മളിത് പറയുമ്പോ ക്ലാസ് കേൾക്കാൻ എളുപ്പമാണ്, മനസ്സിലായോ? കേൾക്കുമ്പോ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് പറയണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെ? ഒരാൾക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അത് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് കുറച്ചൊരു ക്ലിയർ ആയിട്ട് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അപ്പോ അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ ഈ പറയുന്ന പ്രോപ്പർ നൗൺ ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ പ്രസന്റ് ചെയ്ത ആ ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് അറിയാം. ഞാൻ എങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. അത്രയും നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തർക്ക് പ്രസന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ധൈര്യം, അല്ലെ? നമ്മള് അറിയാതെ ആണെങ്കിൽ പോലും നമ്മൾ ടീച്ചർ ആവുകയാണ് ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ടീച്ചർ ആകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെയല്ല ടീച്ചർ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. വ്യത്യാസമുണ്ട്, അല്ലെ? അത് അറിയാതെ വരുന്നതാണ്. ആ ഒരു മോഡുലേഷൻ, നമ്മൾ സംസാരിക്കുന്നതിൽ ആ ടോൺ മാറുന്നതും അറിയാതെ വരുന്നതാണ്. അത് എന്താണ്, നമ്മൾ പറഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ അല്ല ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്നത്. വ്യത്യാസമുണ്ട്. ഞാൻ തന്നെ മാറുന്നതാണ്. നമുക്ക് മാറ്റങ്ങൾ വേണം, അല്ലെ? എങ്ങനെ നന്നാക്കാം എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ഇനിയും സംസാരിക്കാത്തവര് മാക്സിമം സംസാരിക്കുക. ആരും കളിയാക്കിയോ തെറ്റ് വന്നാൽ ആരും ഒന്നും പറയില്ല, ഞാനും പറയില്ല. തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും. ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. തെറ്റ് വന്നാൽ മിസ് കറക്റ്റ് ചെയ്യും എന്നൊരു ചിന്ത വേണ്ട. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യും. നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഇപ്പോ രഞ്ജിത പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സ്വയം മനസ്സിലായതാണ്, സ്വയം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരാൾ പറയുന്നതിൽ നല്ലത് സ്വയം മനസ്സിലാക്കുക, മാറാൻ നോക്കുക, മാറ്റാൻ നോക്കുക. ഓക്കെ ഓക്കെ അല്ലേ? സംസാരിക്കൂ. ക്ലാസ്സിൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. നിങ്ങൾ ആക്റ്റീവ് ഓക്കെ ആണ്. കുറെ മെസ്സേജ് വരുന്നല്ലോ. ഓക്കെ മാം, നെക്സ്റ്റ് ടൈം എഴുതൂ. ഷംസി ഉണ്ടോ ക്ലാസ്സില്? ഷംസി എവിടെ? ഇല്ല, സംസാരിക്കില്ല. ഓക്കെ, അൻഷില. ഓക്കെ അൻഷില, ഫീൽഡ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, അങ്ങനെ വേണം. അതായത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല ഒന്നും. ഒരു ചാൻസ് മിസ് ചെയ്യരുത്.
നമ്മുടെ Yes, ലൈഫിൽ ma'am. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ മിസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കലും ഇല്ല. പേടി, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവരെന്ത് വിചാരിക്കും, നിങ്ങളെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇവിടെ വരെ എത്തി. ഇനിയൊന്നും അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, മാറാം നമുക്ക്. കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡന്റ് ആയിരിക്കും, നല്ലൊരു ടീച്ചറായിട്ട് മാറും. പേഴ്സണാലിറ്റി ആണെങ്കിലും സ്കിൽ ആണെങ്കിലും നിങ്ങൾ എല്ലാം കൊണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്ന ഷുവർ ആണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മിസ്സേ, നമ്മളിപ്പോ അൺമ്യൂട്ട് ചെയ്യാൻ തന്നെ ഇത്രയും നമ്മളൊരു മടി കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീഡിയോയും കൂടി ഹൈഡ് മാറ്റുവാണെങ്കിലേ നമ്മുടെ ബോഡി ലാംഗ്വേജും കൂടി കുറച്ച് ഇമ്പ്രൂവ് ആവൂലേ? കാരണം ഞാൻ മിസ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ അരമണിക്കൂറോളം ഞാൻ ഹൈഡ് മാറ്റി വീഡിയോകൾ ഓൺ ആക്കിയിട്ടിരുന്നേ, പക്ഷെ ആരും വരുന്നില്ല. പിന്നെ എനിക്കും ചമ്മനായി, ഞാൻ പിന്നെ ഹൈഡ് ചെയ്തു. പക്ഷേ വീഡിയോ ഓൺ ആക്കുമ്പോ നമുക്ക് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, പക്ഷെ വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ഒരു ഫീൽ കിട്ടും കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഒരു മടിയാണ്, കാരണം എന്നെ കാണുമ്പോ നല്ലതല്ലേ ഞാൻ, ക്യാമറയിൽ കാണുമ്പോ കുഴപ്പമില്ലായിരിക്കും അല്ലേ? എന്തോ ഇച്ചിരി കുട്ടിയൊക്കെ ഇട്ടിരുന്നാല് കുറച്ച് കാണാനൊക്കെ കൊള്ളത്തില്ലേ? നമ്മള് വീട്ടിലിരിക്കുന്ന പോലെ ഇരിക്കാണ്ടിരുന്നാ മതിയല്ലോ. നമ്മളെല്ലാവരും എന്താണ്, ഗേൾസിന് അങ്ങനെയാണോ? കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് എല്ലാവരും. അതെ, തന്നെയാണ്. എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം ഇരുന്നാ നമ്മളത് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്കും കുറച്ചൊരു സ്വയം ഒരു കോൺഫിഡൻസ് വരുള്ളൂ. ബ്രേക്ക് ചെയ്യാനത് മടിയാണ്, പക്ഷെ ബ്രേക്ക് ചെയ്ത് നോക്കൂട്ടോ നിങ്ങള്, ഭയങ്കര രസമാണ്. എൻജോയ് ചെയ്യാം, എൻജോയ് ചെയ്യാം. എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറയുന്നതൊക്കെ, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഞാനും ഒരു കംഫർട്ട് സോണിൽ നിന്ന ഒരാളാണ്. അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ക്ലാസ്സിൽ നിന്നത്. മനസ്സിലായോ? അതുപോലെയാണ് എല്ലാവരുടെ ലൈഫും, നമ്മളെല്ലാവരും ഒരേപോലെയല്ലേ. പിന്നെ ക്യാമറ ഓൺ ചെയ്യാൻ മടി. ഞാൻ പറയട്ടെ, ഇപ്പൊ കല്യാണത്തിന് മുൻപ് നമ്മൾ വേറൊരു ലുക്കായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴും വേറൊരു ലുക്കായി, അമ്മമാരായപ്പോ തന്നെ നോക്കണം വേറൊരു ലുക്കായി. ആ ലുക്ക് ശരിക്കും നമുക്ക് ഇഷ്ടമാണോ? ഇല്ല. കുറെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വണ്ണം വെച്ചു, നമുക്ക് കുറെ മാറ്റങ്ങൾ, നമ്മുടെ സ്കിന്നിന് കുറെ മാറ്റങ്ങൾ അല്ലെ, എല്ലാം ഉണ്ടാവും. പക്ഷെ പഴയ പോലെ തിരിച്ചു വരാൻ പറ്റൂ കേട്ടോ, നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. ഓക്കെ, നമുക്ക് വണ്ണം കുറയ്ക്കാം, നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സുന്ദരിയാക്കാം. അപ്പൊ നമുക്ക് ഒരു കോൺഫിഡന്റ് ആണല്ലോ. നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ലേ, ഡ്രസ്സിങ്ങിലാണ് അവരുടെ ധൈര്യം ഇരിക്കുന്നത്. എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഡ്രസ്സിങ്ങും അവര് ഓക്കെ, കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ധൈര്യമാണ്. അപ്പൊ അത് വരണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്താൽ വരാത്ത ഒന്നുമില്ല, നമ്മുടെ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് പഴയ പോലെയൊക്കെ ആവാം, മൊത്തത്തിൽ മാറാം. സ്വഭാവമാണ്, ക്യാരക്ടർ ആണെങ്കിലും കല്യാണം ഇപ്പോ അമ്മമാരായപ്പോ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഹോർമോൺ ചേഞ്ചസ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് മാറുന്നു, സ്ട്രെസ്ഡ് ആവുന്നു. ഇതൊക്കെ എല്ലാവരും അത് അനുഭവിച്ചു വന്നവരാണ്. ഇതൊടുങ്ങി ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. മാക്സിമം അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. എന്താണ് സീരിയസ് ആയിട്ട് പറയുന്നതാണെ മാറ്റാൻ പറ്റും. നിങ്ങൾ വിചാരിക്കണമെന്ന് മാത്രം. നമ്മുടെ മൈൻഡാണെന്ന് എല്ലാം. നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിട്ടിരിക്കുക. എന്തും നമ്മളെ കൊണ്ട് പറ്റും, എല്ലാം വിചാരിച്ചാൽ എന്തും പറ്റും. വിചാരിക്കണം എന്ന് മാത്രം. ഇന്ന് വിചാരിച്ചു നാളെ വിചാരിച്ചില്ലെങ്കിൽ ഓക്കെ പഴയതുപോലെ തന്നെ വരും. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് എല്ലാം പറ്റും എന്ന് വിചാരിക്കുക. പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഓക്കെ ആണോ? ഇത് ഇംഗ്ലീഷ് ക്ലാസ് ആണ്, പക്ഷെ ഞാൻ ടോപ്പിക് ഒന്നും എടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകാം. എനിക്ക് സബ്ജക്ട് മാത്രമല്ല ഞാൻ എടുക്കുക, എല്ലാം നമുക്ക് എല്ലാം വേണ്ടേ അല്ലെ? ഇംഗ്ലീഷ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ മാറണം. ഓക്കെ, ഇനിയിപ്പോ എന്റെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഇത്രയും എന്റെ മുന്നിൽ ഇത്രയും സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് എന്താ നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ലാത്തവരുണ്ട്. ഒന്ന് എന്നെ പുഷ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ അതെന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നമ്മളത് ചിന്തിക്കും. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ ആരെങ്കിലും ആവാം, സ്ട്രേഞ്ചർ ആകാം, ആരെങ്കിലും ആയിട്ടൊക്കെ ചിലപ്പോ വരും. ചിലപ്പോ ഇനിയിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ഞാനായിട്ടെങ്കിലും ചുമ്മാ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോ നിങ്ങൾ കുറച്ചേരം ചിന്തിക്കുന്നില്ലേ, റീതിങ്ക് ചെയ്യുന്നില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങള് മാറാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഉണ്ടോ? ഞാനിപ്പോ മാറി. മാറണം. എന്താ വെച്ചാ ചേട്ടൻ എന്നെ പുറത്തൊന്നും അങ്ങനെ ഇതാക്കില്ലായിരുന്നു. എന്താ പറയാ, എല്ലാം അടച്ചടച്ച് പോരുത് കല്യാണം കഴിഞ്ഞപ്പോ. ഇപ്പൊ ഞാൻ മാറി, മക്കൾക്ക് വേണ്ടി മാറി. നമ്മൾ വീട്ടിലിരുന്നാൽ ശരിയാവത്തില്ല.
പിന്നെ നമ്മൾ എല്ലാവരും ഞാൻ പറഞ്ഞു ഓരോ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്. നമുക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടെ അറിയാനുണ്ട്, നമുക്ക് അറ്റാച്ച്ഡ് ആവാനുണ്ട്. സംസാരിക്കാം കേട്ടോ, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ടല്ലേ, എല്ലാവരും ഫ്രണ്ട്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും, പല സങ്കടങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കണം നിങ്ങൾ. അത് ക്ലാസ്സിലാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ഫാമിലി അല്ലേ? ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, ടീച്ചറായിട്ടൊന്ന് കണ്ടിരിക്കും, ഫ്രണ്ട് ആയിട്ട് കാണും. ഓക്കെ ആണ്. അപ്പൊ ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? സംസാരിക്കുന്നില്ലല്ലോ. എന്നോട് സംസാരിക്കുന്നതാണ് ഇത്ര മടി നിങ്ങൾക്ക്. ഇത്രയും ഞാൻ ഇങ്ങനെ വളവളാതെ സംസാരിക്കുന്നുണ്ട് അല്ലേ? നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുകയല്ലേ? ഒരാളും എന്നോട് മിണ്ടുന്നില്ല. ഒരാളല്ല, കുറെ പേരൊന്നും മിണ്ടാത്തവരുണ്ട്. മിണ്ടണ്ട എന്നോട്. എന്താ സംസാരിക്കാത്തെ? താല്പര്യമില്ലാഞ്ഞിട്ടാണോ? എന്താണ് ക്ലാസ് എടുക്കാനാണ്? എനിക്ക് ക്ലാസ് എടുക്കണോ? ഞാൻ കുറച്ച് ഓവറാണ് സംസാരം. ഇത്രയും വേണ്ട, ക്ലാസ് മതി എന്നാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ പോലെ. കാരണം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് കൈയും കാലൊക്കെ വരച്ചിരിക്കണായിരുന്നു. അപ്പൊ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എനിക്ക് ഇനിയും ഇതേപോലെ പറയാൻ പറ്റണം എന്നുള്ള കാരണം നമ്മളൊരു ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഇതിലോട്ട് ചേർന്നിരിക്കുന്നത്. അപ്പോ എങ്ങനെയെങ്കിലും എനിക്ക് ഇതൊന്ന് പഠിച്ചെടുത്തിട്ട് ടീച്ചറായി നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നതല്ലേ. നാളെ കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും. പിന്നെ ആ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ഒക്കെ വരുമ്പോ നമ്മളിങ്ങനെ പേടിച്ച് വരച്ചിരിക്കുമ്പോ അങ്ങനെ അത് പറ്റൂലല്ലോ. അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ അത്രയും ധൈര്യമായിട്ട് ഇരിക്കണം. അപ്പോ ഇന്നാണ് എനിക്ക് ഫസ്റ്റ് പറയാനായിട്ട് കിട്ടിയ ഒരു അവസരം. ഞാനത് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ പറയാൻ കിട്ടിയതിന്. എന്നാലൊരു കൈകാലൊക്കെ പറയുന്നുണ്ട് ടെൻഷനായിട്ട് പറയുമ്പോ. പറയാൻ കിട്ടിയതിന് വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടെൻഷനൊക്കെ സ്വാഭാവികമാണ് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ടെൻഷൻ ഉണ്ടാവും, അത് മാറും കേട്ടോ. അതൊക്കെ ഫസ്റ്റ് ക്ലാസ് അല്ലേ. അങ്ങോട്ട് പോകുമ്പോ നിങ്ങളൊക്കെ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. നിങ്ങളോട് ഞാൻ ലാസ്റ്റ് പറയേണ്ടി വരും, മിണ്ടാതിരിക്കുമോ എന്ന് പറയേണ്ടി വരും. ഇതുപോലെ ആയിരിക്കും നിങ്ങള്. ഓക്കെ, പിന്നെ ടീച്ചർ എന്ന് പറയുമ്പോ എല്ലാവരും ഫേസ് ചെയ്യണം, അത് വേറെ കാര്യം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ എന്റെ മുന്നിൽ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? എന്നെ കുറിച്ച് എന്തെങ്കിലും എന്തൊരു ടീച്ചറായത്, എന്തൊക്കെയാ പറയുന്നത് എന്നാലും ചിന്തിക്കുക അല്ലേ? അതുപോലെ ആവാൻ പാടില്ല. മനസ്സിലായോ? ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ വാക്കും പറയാൻ. ഓക്കെ, അത് മാത്രമല്ല ടീച്ചർ ആകുമ്പോ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പ്രത്യേക ഒരു കഴിവ് വേണം. ഓക്കെ, ഇത് സീക്രട്ട് ആണ് കേട്ടോ. അതൊക്കെ വേണം കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ, അങ്ങനത്തെ ഒരു സ്കില്ലും കൂടെ ടീച്ചേഴ്സിന് വേണം കേട്ടോ. ഇപ്പൊ ക്ലാസ്സിൽ പല പല പ്രശ്നങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു സ്കില്ല് വേണം. അപ്പൊ അങ്ങനെ ഒരു ധൈര്യവും എല്ലാം ഉണ്ടെങ്കിലാണ് ആ ഒരു റോള് നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റും. അതായത് ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എല്ലാം ഉണ്ട് അതില്. ഒരു അമ്മയാണ്, ഒരു ഗുരുവാണ്, ഫ്രണ്ടാണ്, മെന്ററാണ്, എല്ലാം ഉണ്ട്. ഒന്ന് ആലോചിക്കും നിങ്ങൾ, എല്ലാം ഉണ്ട്. സബ്ജക്ട് മാത്രമായിരിക്കും നമ്മൾ പഠിപ്പിക്കുക കുട്ടികളെ? ഒരിക്കലല്ല അല്ലെ. ചിന്തിക്കൂ, ഒരുപാട് കാര്യങ്ങളുണ്ട് ടീച്ചർ എന്ന് പറയുമ്പോ. എന്തോ നോർമലി നമ്മൾ ഇവിടെ കേൾക്കാറുണ്ട്, മീൻസ് നമ്മൾ സ്കൂളിലൊക്കെ പൈസ കൊടുത്തിട്ട് നമുക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന്. അങ്ങനെ നമുക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ടോ? മീൻസ് പൈസ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടേ ടീച്ചറുടെ ജോബ് കിട്ടത്തുള്ളൂ എന്ന്? അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാല് ഇപ്പോ നമ്മൾ ഇവിടെ കോഴ്സ് പഠിച്ച ഒരുപാട് പേര് ജോലി കയറുന്നുണ്ട് കേട്ടോ. അതൊന്നും പൈസ കൊടുത്തിട്ടല്ല. ബിക്കോസ് ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യ വന്നതാ. അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയൊരു അറിവാ. മീൻസ് നാട്ടിൽ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം, 3 ലക്ഷം രൂപ കെട്ടി വെക്കണം, എന്നാലേ ജോലി കിട്ടത്തുള്ളൂ. അപ്പം എനിക്ക് ഗ്രൂപ്പിലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ്ഡ്. സോ അതുകൊണ്ട് ഞാൻ മിസ്സിനോടൊന്ന് ചോദിക്കാം.
ഓക്കെ, അങ്ങനെയും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം, പക്ഷെ അല്ലാതെയും കിട്ടും കേട്ടോ. ട്രൈ ചെയ്യൂ. നമ്മുടെ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടാവും, ഇന്റേൺഷിപ്പിന് പോവാ. ഇന്റേൺഷിപ്പിന് ഇപ്പൊ ഇവിടുന്ന് ഇന്റേൺഷിപ്പിന് പോയ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്തവരുണ്ട്. എത്രയോ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്കില്ലായിരിക്കാം മേ ബി എടുക്കുന്ന ക്ലാസ് ആണെങ്കിലും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളാണെങ്കിലും അത് അവരെ ടീച്ചേഴ്സ് നോട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഒരു വേക്കൻസി വരുമ്പോൾ വിളിക്കുന്നു, അവിടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അത് ചിന്തിക്കേണ്ട. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, ട്രൈ ചെയ്യുക, കിട്ടും, ഷുവർ ആണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഞാൻ ശരണ്യാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് മിസ്സിന്റെ ക്ലാസ് കയറുന്നത്. എനിക്ക് ഈ കൾട്ടീവ് നൗൺസ് ഇല്ലേ, ടെസ്റ്റിൽ കൊടുത്ത കൾട്ടീവ് നൗൺസ് മിസ് കേൾക്കുന്നുണ്ടോ? മിസ്റ്റേക്ക് ഉണ്ടോന്നോ? മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, പറയൂ. അതിന്റെ മീനിങ് എന്താ? സ്കോഡ്രോ ആരെങ്കിലും നോക്കിയിരുന്നോ? അതൊക്കെ കളക്ട് ചെയ്യണോ? ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിരുന്നോ? അതിന്റെ മീനിങ് പറഞ്ഞുതരാൻ പറ്റുമോ? ഞാൻ പറയാം കേട്ടോ. പറയൂ, ആരെങ്കിലൊക്കെ നോക്കിയോ? ടെക്സ്റ്റ് ഒക്കെ വായിച്ചു എല്ലാവരും? ടെക്സ്റ്റ് കിട്ടിയില്ല മാം. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല മാം. ആർക്കും കിട്ടിയിട്ടില്ല ടെക്സ്റ്റ്? കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ ഡിസ്പാച്ച് ആയിട്ടില്ല, അവർ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്നോ നാളെ ആവുമ്പോഴത്തേക്ക് മാക്സിമം ഡിസ്പാച്ച് ചെയ്യും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച മാം പഠിപ്പിച്ചത് വെച്ചാ നോക്കുന്നത്. എന്തായാലും മതി കേട്ടോ, പഠിക്കും. ടെക്സ്റ്റ് വരുമ്പോ ടെക്സ്റ്റ് കൂടെ നോക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ നോക്കാം, ടെക്സ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുക, വായിക്കാം, ടെക്സ്റ്റ് വായിക്കാം. ഓക്കെ, ഇത് സ്കോഡർ എന്ന് പറയുന്നതിന്റെ മീനിങ് പറയാന്ന് വെച്ചാൽ എന്താ മീനിങ് പറയാൻ ഞാൻ. അതൊരു കളക്റ്റീവ് നൗൺ ആണ്. അത് ഗ്രൂപ്പ് ഓഫ് മിലിറ്ററി ക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ്, ഷിപ്പ്, യൂണിറ്റ് ഓഫ് സോൾജേഴ്സിനൊക്കെയാണ് നമ്മുടെ സ്കോഡർ എന്ന് പറയാ കേട്ടോ. ഓക്കെ മാം. അപ്പം ബഞ്ച് ഓഫ് ഫ്ലവർ എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെയാണ് ബഞ്ച് വരാ. ഓക്കെ, ഫ്ലീറ്റ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞിരുന്നു ഷിപ്സ് അല്ലെ, ഷിപ്പും ഷീപ്പും ഇതൊക്കെയാണ് എന്ത് ഫ്ലീറ്റ് എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ആൻഡ് ഷീപ്സ്. ഓക്കെ, ജൂറി അറിയാലോ? ജൂറി എന്താണെന്ന് അറിയാം. അതെ, പക്ടീം എന്ന് വെച്ചാല് എന്തുവാ? പക്ടീം എന്താ ഉദ്ദേശിക്കുന്നത് പറയാട്ടോ. ഇനിയിപ്പോ കമ്മിറ്റി എന്ന് പറയുമ്പോ അറിയാലോ, കുറെ ഇനിയിപ്പോ പക്ടീം ആണെങ്കിൽ പക്ടീം നമ്മുടെ ഹോക്കി പ്ലേയേഴ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഹോക്കി പ്ലേയേഴ്സിനെയാണ് പക്ടീം എന്ന് പറയാ കേട്ടോ. ഓക്കെ, എല്ലാ പ്ലേയേഴ്സിനും ഒരു മിനിറ്റ് മാം. എല്ലാ എങ്ങനെ പറയാത്? ഇപ്പോ നമ്മൾ ടീം എന്ന് പറയില്ലേ, ജസ്റ്റ് അങ്ങനെ ചിന്തിക്കും. ടീം ആണെങ്കിൽ അത് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ്. ഓക്കെ. ഇത് ഗ്രൂപ്പ് ഓഫ് ഹോക്കി പ്ലേയേഴ്സിനെയാണ് പക്ടീം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട് കേട്ടോ. ഞാനത് നോട്ട് അവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അതൊക്കെ നോക്കി പഠിക്കാം. അപ്പൊ ക്ലിയർ ആണ്. നെക്സ്റ്റ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റാത്ത എല്ലാം ഫങ്ഷൻസ് ഞാൻ വെർബ് പറയുമ്പോ പറഞ്ഞുതരാം കേട്ടോ. അത് ഇപ്പൊ പറഞ്ഞാല് ചിലപ്പോ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ടെൻഷൻ എടുക്കുമ്പോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, കൗണ്ടബിൾ. അപ്പോ കൗണ്ടബിൾ മീൻസ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കൗണ്ടബിളും കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, അതായത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇപ്പൊ പെൻ എന്ന് പറയുന്ന നൗൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാം. എന്താണത്? കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? കൗണ്ടബിൾ. റൈസ് കൗണ്ടബിൾ.
അൺകൗണ്ടബിൾ കൗണ്ടബിൾ ആണ്. ആൻഡ് ഷുഗർ അൺകൗണ്ടബിൾ ചെയർ Countable. ആൻഡ് ബുക്ക് Countable. വാട്ടർ Uncountable. മണി Countable. മണി മണി അൺകൗണ്ടബിൾ ആണ് കേട്ടോ. ഓക്കെ, സെർച്ച് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വരും എന്തുകൊണ്ട് മണി അൺകൗണ്ടബിൾ ആയി. ഓക്കെ, നിങ്ങൾ ആലോചിക്കുമ്പോ ഓക്കെ എണ്ണാൻ പറ്റുന്നതല്ലോ എന്നാണ്. സോ മണി അൺകൗണ്ടബിൾ ആണ്, സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ടൈം വരാം. കൂടുതലില്ലാത്തതുകൊണ്ടാണ്. ഈ ബുക്സ് പെൻസ് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. നോക്കിട്ട് വരും കേട്ടോ, എല്ലാരും നോക്കിട്ട് തന്നെ മണി എന്തുകൊണ്ട് അൺകൗണ്ടബിൾ വന്നു. ഓക്കെ, എല്ലാ ദിവസവും ഇതിലൊരു വർക്ക് തരാം ഞാൻ. മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. സംസാരിച്ച ശേഷം നിങ്ങൾ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, മറക്കരുത്, അല്ലെങ്കിൽ നോട്ട് വിട്ട് കൊടുക്കും. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഞാൻ എല്ലാം ഇപ്പൊ നൗണിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ മാത്രമാണ് കേട്ടോ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, റെഫർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യം നമ്മുടെ ക്ലാസ്സിൽ ഇല്ല. ജസ്റ്റ് ഒന്ന് പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ ടീച്ചേഴ്സ് ആയത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നത് ഏറ്റവും നല്ലതാണ്. സോ മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് റെഫർ ചെയ്യാൻ നോക്കുക, പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ? മാം എന്തെങ്കിലും ബുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ റെഫർ ചെയ്യാൻ? എന്തോ ഏതെങ്കിലും നല്ല ഓഥറുടെ എന്തെങ്കിലും ബുക്ക് സജസ്റ്റ് ചെയ്യാമോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോ ഗൂഗിൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ സെർച്ച് ചെയ്യൂ. നൗൺ എന്താണ്, യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ അതെല്ലാം കേട്ടിട്ട് കൺഫ്യൂസിങ് ആവരുത്, മനസ്സിലാക്കി എടുക്കുക. ഓക്കെ ഓക്കെ മാം. ഓക്കെ ആണ്. സോ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം, ടൈമായി. ഓക്കെ ആണ്, നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആണോ? ബോർ അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്താണെങ്കിൽ എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, കംപ്ലൈന്റ്സ് ഉണ്ട്, അതുപോരാ എന്താണെങ്കിൽ നെഗറ്റീവ്സ് ആണെങ്കിലും എന്നോട് പറയണം കേട്ടോ. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. നമുക്കത് സോൾവ് ചെയ്യാം. എന്തോ ടൈം പോരാ? ഒരു കാര്യം, ടൈം പോരാൻ തന്നെയല്ലേ പറഞ്ഞേ മഞ്ജു? ടൈം പോരാ. ഓക്കെ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അതൊക്കറിയില്ല, കാരണം ഇതുവരെ ഇതിപ്പോ ബാച്ച് ഇതിന് മുൻപ് വരെയുള്ള ബാച്ചില് ഇംഗ്ലീഷ് ക്ലാസ് ഒരു 1 hour ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീക്ക്ലി 1 hour ആയിരുന്നു ക്ലാസ്. ഇതേപോലെ കംപ്ലൈന്റ്സ് ടൈമില്ല എന്ന് പറഞ്ഞ് ഇപ്പോ നിങ്ങൾക്ക് വന്നപ്പോ വീക്ക്ലി 2 hour ആക്കി. എന്നിട്ടും ടൈമില്ല എന്ന് പറയരുത് കേട്ടോ. കേട്ടാ മറ്റു ടീച്ചേഴ്സ് തന്നെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടോ ഇംഗ്ലീഷില്? എന്തോ അസൈൻമെന്റ്സ് എന്തെങ്കിലും വരുമോ? അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അസൈൻമെന്റ്സ് ഉണ്ട്. നമുക്ക് റെക്കോർഡ് ബുക്ക് ഉണ്ട് ഇംഗ്ലീഷിന്. അതൊക്കെ മിസ് വന്ന് പറയും കേട്ടോ, ടീച്ചേഴ്സ് ഒക്കെ വന്ന് പറയും. ഓക്കെ, ഇപ്പൊ ജിഷ മിസ് നമുക്ക് 5 റെക്കോർഡ് ബുക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഇൻക്ലൂസീവ് ഇംഗ്ലീഷിന്റെ ആയിരിക്കുമല്ലോ? ആയിരിക്കും. പറയോ അവര്? ഞാൻ ആയിരിക്കില്ല പറയാ കേട്ടോ. വേറെ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ജിഷ മിസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആയിരിക്കാം. അത് പറയാം. സോ അതൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മുടെ ക്ലാസ്സിൽ അതേപോലെ ടോപ്പിക് പ്രസന്റേഷൻ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പ്രസന്റേഷൻ ആയിട്ടായിരിക്കും പോവാട്ടോ. ഓക്കെ, സോ സൈൻ ഔട്ട് പറയൂ കേട്ടോ. മാഡം, ഞാൻ സൈൻ ഔട്ട് പറയാമേ. എൻ്റെ പേര് ദിവ്യ.
ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ അടുത്ത് ചെലവഴിച്ച അശ്വതി ടീച്ചറിന് ആദ്യമായിട്ട് തന്നെ ഫ്രം ദ ഹാർട്ട് താങ്ക്സ് പറയുന്നു. ഇന്ന് ഒരു ക്ലാസ്സിലുപരി ശരിക്കും പറഞ്ഞാൽ മിസ് ഇന്ന് പറഞ്ഞതുപോലെ ഇന്ന് ക്ലാസ് എടുത്തിട്ടില്ല എങ്കിലും കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതിലുപരി നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിൽ ഓരോരുത്തർക്കും എത്രമാത്രം നമുക്ക് തരാവോ അത്രയും നമുക്ക് മിസ് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗമ്യമായ നല്ല ചിരിയോടുകൂടി എടുക്കുന്ന മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്നുണ്ട്. അതിന് എന്റെയും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ വഴിയും മിസ്സിന് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, ദിവ്യ അത് പറയാൻ മീറ്റിംഗ് ആയിരുന്നു, എങ്ങനെയെങ്കിലും അത് സൈലോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ആണോ? അല്ല മാഡം, ടെൻഷനുണ്ട്. പക്ഷേ സത്യം മേഡത്തിന്റെ ആ ക്ലാസ് കാണുമ്പം കാരണം ആ ചിരിയും മേഡം സംസാരിക്കുന്നതും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം നമുക്കൊരു പേടി തോന്നൂല. എങ്കിലും നമ്മൾ ആദ്യമായിട്ട് പറയാൻ വരുമ്പോൾ നമുക്ക് ചങ്കിനകത്ത് ചെന്നൊരു പിടപ്പുണ്ട്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, മിസ്സിന്റെ ആ ക്ലാസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചേ മിസ് ഒന്ന് എടുത്തുള്ളൂ. എങ്കിൽ പോലും അത്രയും ആ മിസ് നമ്മളോട് ആ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് തോന്നുക നമുക്കും അത് സാധിക്കും, നമ്മുടെ പേടി പോകും, കുറച്ച് നമ്മൾ മിങ്കിൾ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും എന്നൊരു തോന്നൽ നമ്മുടെ മൈൻഡിലേക്ക് വരുവാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ്സിലെ ഉപരി അത് ഏറ്റവും വലുത് അതാണ് ഞാൻ നോക്കട്ടെ. കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലാസ് റൂമിൽ നമ്മളൊന്ന് പഠിപ്പിക്കാൻ കയറിയാലും ഈ കറേജ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലാണ്. അപ്പം മേഡം ഈ പറയുമ്പം നമ്മള് തിരിച്ചു ചിലപ്പോൾ എല്ലാവരും അന്നേരം റിപ്ലൈ തരില്ല എന്നുള്ളൂ, എങ്കിലും എല്ലാവരുടെ മനസ്സിൽ അത് ശരിക്കും ഉണ്ട്. മേഡം പറയുന്നത് കറക്റ്റ് ആണ്, അത് ഫോളോ ചെയ്യണം എന്നെല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഞാൻ ഉൾപ്പെടെയാണെങ്കിലും അപ്പൊ ഓർക്കും ശരിയാണ് എന്ന്. പിന്നെ മേഡത്തിന്റെ ആ ഒരു ഇടപെടല് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇതാണ്. കാരണം ആ ചിരിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പേര് തോന്നില്ല. നമുക്കൊരു കാരണം ആ ചിരി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒരുപാട് ഉപകാരമായിരുന്നു കേട്ടോ. എനിക്ക് തന്നെയല്ല, ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ മാഡം, വൺസ് അഗൈൻ താങ്ക്സ്. ഹലോ മാം. ഓക്കെ, താങ്ക് യു. ബുക്ക് ചെയ്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സന്തോഷം, കേട്ടതിൽ സന്തോഷം. മാം, എനിക്കൊരു ഡൗട്ട്. ഈ പ്രയറും തോട്ടൊക്കെ പറയുന്നത് ഒരു ഡിസ്കസ് ചെയ്തിട്ടാണോ ഓൾറെഡി ഗ്രൂപ്പ് ഇനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞില്ല. എങ്ങനെയാണ്? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പുതിയതായിട്ട് അതുകൊണ്ടായിരിക്കും ഗ്രൂപ്പ്. ഇത് അറിഞ്ഞില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഇത് എങ്ങനെയാണ് നമ്പർ? ആരാ അഡ്മിൻ അതില്? ചിക്കുനോട് പറയാം ആഡ് ചെയ്യാന്. അപ്പം പ്രയറും അങ്ങനെ സൈൻ ഔട്ട് സൈൻ ഇൻ ഇതെല്ലാം ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. അത് നമ്പർ പറഞ്ഞ് ആഡ് ചെയ്യിക്കാം കേട്ടോ. അതാ ഇൻകോൾ മെസ്സേജിൽ ഒന്ന് തന്നാൽ മതി, ഇപ്പൊ തന്നെ ആഡ് ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. ഒരു കാര്യം, മാക്സിമം എല്ലാവരും സൈനും സൈൻ ഔട്ടും പ്രയർ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. എല്ലാവരും ചെയ്തവരെന്ന് ചെയ്യാതെ മാക്സിമം എല്ലാവരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മസ്റ്റ് ആണ് കേട്ടോ. പിന്നെ സൈൻ ഇൻ ആണെങ്കിലും സൈൻ ഔട്ട് ആണെങ്കിലും പ്രയർ ആണെങ്കിൽ ഇംഗ്ലീഷിൽ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, ബുദ്ധിമുട്ടാണെങ്കിലും ഇംഗ്ലീഷിൽ അത് പറയാൻ നോക്കണം കേട്ടോ. എന്നാലൊക്കെ അപ്പോഴൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുള്ളൂ മാക്സിമം. സോ അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം. പ്രയർ ആണെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ തപ്പി എടുക്കും. ഓക്കെ, നമുക്ക് ഇതൊക്കെ സോങ് ഒക്കെ ആയിട്ട് വന്ന് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. ഞാനും പോവാണ്. സോ താങ്ക് യു all. See you on next class. Thank you ma'am.